ഹായ് ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും തനൂസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ വളരെ സിമ്പിൾ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തത് അതുപോലെ ഒരു ബെല്ലൈക്കൺ കാണും, അതിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഓപ്ഷൻ ഓൾ എന്നാക്കുക. എങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ വിഭവം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വെറും 2 ഐറ്റം മാത്രം മതി. ഒരു പാക്കറ്റ് ബോൺവിറ്റ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ആയാലും മതി. ക്രീം ഇല്ലാത്ത ബിസ്ക്കറ്റ് ആവാം, പ്രത്യേകം ശ്രദ്ധിക്കുക. ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റ് കൊണ്ടും ഇത് ചെയ്യാവുന്നതാണ്. പിന്നെ വേണ്ടത് ഒരു ഏത്തപ്പഴമാണ്. അപ്പോൾ പഴം ഒരുപാട് പച്ചയായിട്ടുള്ള പഴം എടുക്കരുത്, ഒരുപാട് അങ്ങോട്ട് തൊലി കറുത്തു പോയ പഴുത്ത പഴവും എടുക്കരുത്. അതിന് ഇടയിൽ വരുന്ന ഒരു പരുവത്തിൽ വേണം പഴം കിട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബോൺവിറ്റ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഒരു പഴത്തിന് ഞാൻ ഈ ഒരു പാക്കറ്റിൽ പകുതി ബിസ്ക്കറ്റ് എടുക്കുന്നുള്ളൂ. ഒരു 12-13 ബിസ്ക്കറ്റ് മതിയാകും ഈ ഒരു പഴത്തിന്. അപ്പോൾ നമുക്ക് ഈ ബിസ്ക്കറ്റ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈൻ പൗഡർ ആക്കി എടുക്കണം. ബിസ്ക്കറ്റിന്റെ അളവ് കുറവാണെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാവുന്നതാണ്. അപ്പോൾ മിക്സിയുടെ ജാറിൽ ഒട്ടും വെള്ളം ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അത് പ്രത്യേകം നോട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കത് പൗഡർ ആക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ പൊടിച്ചെടുത്തിട്ട് വരാം. ഇവിടെ നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ബിസ്ക്കറ്റ് പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പഴം ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ പഴം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പഴം അരച്ചെടുക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ ഒന്നും അരച്ചെടുക്കണ്ട, ചെറിയ ചെറിയ കട്ടകളായിട്ട് കിടന്നോട്ടെ. അത് കുഴപ്പമില്ല, നമ്മുടെ സ്നാക്കിൽ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്നത് നല്ലതായിരിക്കും. അപ്പോൾ പഴം അരച്ചെടുക്കുമ്പോൾ അരഞ്ഞ് കിട്ടിയില്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടാണ് ഇത് അരച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ആ കൂട്ട് നമ്മുടെ ബിസ്ക്കറ്റ് പൗഡറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ബിസ്ക്കറ്റ് പൗഡർ കുറവാണോ കൂടുതലാണോ എന്നൊക്കെ. അപ്പോൾ കുറവാണെങ്കിൽ ഒരു 3-4 ബിസ്ക്കറ്റ് കൂടി ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അഥവാ ബിസ്ക്കറ്റ് കൂടുതലാണ്, അതിൻ്റെ തിക്നെസ് ഒന്ന് കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളമോ പാലോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എനിക്കിപ്പോൾ ഇതിൻ്റെ തിക്നെസ് കുറച്ച് കൂടുതലായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് പാലാണ്. നിങ്ങളുടെ കയ്യിൽ പാലില്ലെങ്കിലും കുഴപ്പമില്ല, 1 ടേബിൾ സ്പൂൺ വെള്ളമാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പം ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പാലാണ് ചേർത്തിട്ടുള്ളത്. ഈ പാൽ കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ്, ഒരു 3 മിനിറ്റ് കൊണ്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാനായിട്ട്. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മുടെ ബാറ്ററിന് വരാനായിട്ട്. ഇനി ഞാനിതൊരു ഇഡ്ഡലിത്തട്ടിൽ വെച്ചിട്ട് ആവി കയറ്റി എടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇഡ്ഡലിത്തട്ടിൽ ഞാൻ നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ കൂട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 എണ്ണത്തിൻ്റെ അളവാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പഴത്തിൻ്റെയും ബിസ്ക്കറ്റിൻ്റെയൊക്കെ അളവ് കൂട്ടിയാൽ മതി. അതിനനുസരിച്ച് ഒരു പഴത്തിനാണ് ഞാനൊരു പകുതി ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം ഇഡ്ഡലിത്തട്ടിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഇഡ്ഡലിച്ചെമ്പിൽ വെള്ളം ചൂടാവുമ്പോഴേക്ക് അതിലേക്ക് വെച്ച് കൊടുക്കണം. വെള്ളം ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. കറക്റ്റ് 10 മിനിറ്റ് ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് കുക്കായിട്ടുണ്ട്.
കൈകൊണ്ടൊന്ന് തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോൾ നമുക്ക് ഈ ഇഡ്ഡലിത്തട്ടിയിൽ നിന്ന് മാറ്റാം. നല്ല ചൂടോടുകൂടി തന്നെ അതിൽ നിന്ന് എടുക്കാൻ നോക്കിയാൽ ചിലപ്പോൾ അതിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോൾ ഇതുപോലെ എടുക്കാം. അപ്പോൾ ഓരോന്നുമായിട്ട് നമുക്ക് ഈ തട്ടിയിൽ നിന്ന് മാറ്റിയെടുക്കാം. വളരെ സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണിത്. അപ്പോൾ ഇതാ വളരെ എളുപ്പത്തിൽ പഴവും ബിസ്ക്കറ്റും മാത്രം കൊണ്ടിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു വിഭവം റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നമുക്ക് ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.